വട്ടവടയിൽ നിന്ന് അത് കണ്ടിറങ്ങിയപ്പോഴേക്കും തന്നെ ഒരുപാട് ലേറ്റായി കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. പോണ വഴിയിൽ ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലത്ത് നിർത്തി ഓരോ സ്ഥലത്തുനിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കായിരുന്നേ. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് എൻ്റെ അനിയനെന്നെ ചീത്ത പറയായിരുന്നു കേട്ടോ. ഇത്രയും നാളായിട്ട് ഇത് പഠിച്ചില്ലേ വീഡിയോ എടുക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ ഏറ്റവും വലിയ ക്രിട്ടിസൈസർ അവനാണ് കേട്ടോ. അവൻ പറഞ്ഞാൽ മാത്രമേ ഞാനങ്ങനെ കേട്ട് നിൽക്കേ ഉള്ളൂ. അതും കഴിഞ്ഞു, സ്റ്റാൻഡില്ലാത്തത് അതും കഴിഞ്ഞു. ഹലോ, ഐ എം മിസ്റ്റർ അജിക്കുട്ടൻ. ഹലോ പറയടാ. അതിന്ന് രാത്രി ഗ്രില്ലടിക്കാനുള്ളത് ഇതിനെ ലെഗ് പീസ് ഞാൻ എടുത്തു. അവനങ്ങനെയാണ് കേട്ടോ. എൻ്റെ സ്ഥാനത്ത് അവൻ പറഞ്ഞു കേട്ടെങ്കിൽ ചിലപ്പോൾ കേട്ട് നിൽക്കണവർക്ക് സങ്കടം വരും. അവൻ സംസാരിക്കുമ്പോൾ മറ്റാൾക്ക് വിഷമാവോ എന്നുള്ള രീതിയിലൊന്നും അല്ല. പിന്നെ ഞാൻ ചേച്ചിയായതിൻ്റെ ഒരു ഇതായിരിക്കും. പക്ഷെ അവൻ്റെ വർത്തമാനം കേട്ട അവനാണ് എൻ്റെ ചേട്ടൻ തോന്നും. അതുപോലെയാണ് അവൻ എന്നെ ക്രിട്ടിസൈസ് ചെയ്ത് നിർത്തിപ്പോയിരിക്കും. ആദ്യം അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വിഷമാവുമായിരുന്നു. പിന്നെ ഇപ്പം അത് യൂസ്ഡ് ആയിട്ടോ. ഇപ്പോൾ ഓരോ നല്ല ഷോർട്സൊക്കെ കാണുമ്പോൾ അവൻ പറയും മര്യാദയ്ക്ക് എടുക്കാത്, മര്യാദയ്ക്ക് നല്ല ഇതാണ്, നല്ല ലാൻഡ്സ്കേപ്പ് നന്നായിട്ട് എടുക്കുക എന്നൊക്കെ അവനിങ്ങനെ പറഞ്ഞു തരും കേട്ടോ എനിക്ക്.